നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ലോകം വാഴ്ത്തുന്ന കേരളം ഇന്ന് വലിയൊരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, ഇതിനെല്ലാം വേണ്ടി നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇന്ന് നമുക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. കേരളം ആരോഗ്യമുള്ള നാളെയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളിയുടെ ഭക്ഷണ രീതികളും ആരോഗ്യശീലങ്ങളും അഭിമാനത്തോടെയാണ് നാം എടുത്തു കാട്ടാറ്. എന്നാൽ നിത്യവും നാം കഴിക്കുന്ന ആഹാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മാരകമായ സത്യങ്ങൾ ഏതൊരു മലയാളിയെയും ഞെട്ടിക്കുന്നതാണ്. ചായക്കൊപ്പം കഴിക്കുന്ന ലഘുഭക്ഷണങ്ങൾ മുതൽ കറിയുടെ രുചി കൂട്ടുന്ന പൊടിച്ച സുഗന്ധ വ്യഞ്ജനങ്ങൾ വരെ അറിയാതെ നാം അകത്താക്കുന്നത് മാരകമായ കൃത്രിമ മൃഗങ്ങളും മനുഷ്യജീവന് ഹാനികരമായ കീടനാശിനികളുമാണ്. ബ്രൗൺ ഷുഗറിനും MDMA-ക്കും തുല്യം ഭീകരമായ വിഷാംശം മലയാളിയുടെ പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ കലരുന്നുണ്ടെങ്കിൽ ആരാണതിന് കാരണം? അതൊരു കഥയല്ല, ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. നാഡീവ്യൂഹത്തെ തകർക്കുന്ന സിന്തറ്റിക് ഡൈകളും ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തുക്കളും കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് നമ്മുടെ പാചകപ്പുരകളിലേക്ക് എത്തുന്ന മാരകമായ കീടനാശിനികളും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വിഷം കഴിക്കുന്നുണ്ടോ? നിങ്ങളുടെ തീന്മേശയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രഹസ്യ കൊലയാളികൾ ആരൊക്കെയാണ്? ഈ വിഷചക്രം തകർക്കാൻ നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പരിശോധനാ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത് അതീവ ഗുരുതരമായ വസ്തുതകളാണ്. കേക്കുകളിലും ബേക്കറി പലഹാരങ്ങളിലും അനുവദനീയമായതിലും എത്രയോ ഇരട്ടി അളവിലാണ് രാസനിറങ്ങൾ ചേർത്തിരിക്കുന്നത്. കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന മിക്സ്ചർ, ടൊമാറ്റോ ചിപ്സ്, വാഴക്ക ചിപ്സ്, പക്കാവട തുടങ്ങിയ വിഭവങ്ങളിൽ ടാർട്രാൻസിൻ പോലുള്ള നിറങ്ങൾ അമിതമായി കണ്ടിരിക്കുന്നു. ഇത് അലർജിക്ക് മാത്രമല്ല, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്നതാണ്. എന്നാൽ ഇതിലും ഭീതിജനകമായ വസ്തുത നമ്മുടെ അടുക്കളയുടെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചുള്ളതാണ്. നാഡീവ്യൂഹത്തെ തകരാറിലാക്കാനും ഓർമ്മ നഷ്ടപ്പെടുത്താനും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായേക്കാവുന്ന മെറ്റാനിൽ മഞ്ഞ, അർബുദത്തിന് വഴിവെക്കുന്ന അമരാന്ത്, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള റോഡമിൻ B എന്നീ ഡൈകളും രാസവസ്തുക്കളും പനഞ്ചക്കരയിലും മുളകുപൊടിയിലും മഞ്ഞപ്പൊടിയിലും വരെ കണ്ടെത്തുകയുണ്ടായി. ഈ നിറങ്ങൾ ഭക്ഷണത്തെ വെറും വിഷാംശമാക്കുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടനയെ തന്നെ തകർത്തെറിയുകയാണ്. ഇതിനെല്ലാം പുറമെ മറ്റൊരു മാരകമായ ഭീഷണിയുമുണ്ട്: കീടനാശിനികൾ. മുളകുപൊടി, കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവയിലടക്കം എത്തിയോൺ, കാർബോഫ്യൂറാൻ തുടങ്ങിയ വിഷാംശമുള്ള കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞു. കൃഷി ചെയ്യുന്ന ഘട്ടത്തിൽ അനിയന്ത്രിതമായി ഇവ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഈ വിഷാംശം നമ്മുടെ തീന്മേശയിലേക്ക് എത്തുന്നത്. നമ്മുടെ കറികൾക്ക് രുചി നൽകുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ പോലും ഇന്ന് വിഷമാണ്. നാം ഇഷ്ടത്തോടെ കഴിക്കുന്ന ഓരോ വിഭവത്തിലൂടെയും നമ്മുടെ ശരീരത്തിനുള്ളിൽ പതിയെ പതിയെ വിഷം നിറയുകയാണ്. ഈ ഭക്ഷ്യവിഷം ഒരു ദിവസത്തെ രോഗമല്ല, മറിച്ച് കാലക്രമേണ മാരകമായ രോഗങ്ങളായി മാറുന്ന നിശബ്ദ കൊലയാളിയാണ്. നാം ഇന്ന് കഴിക്കുന്ന ഭക്ഷണം നാളത്തെ രോഗമായി മാറുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യം ആരുടെ കൈകളിലാണ് സുരക്ഷിതം? ഈ മാരകമായ രാസകീടനാശിനി പ്രയോഗങ്ങൾക്കെതിരെ ശക്തമായി ഉണരേണ്ടതുണ്ട്. മലയാളികളുടെ ആരോഗ്യം എന്നത് ഇന്നൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പുറത്തു നിന്നുള്ള ഭീഷണികളെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രാസകീടനാശിനി വിഷങ്ങളെ കുറിച്ചാണ് നാം ഭയപ്പെടേണ്ടത്. സിന്തറ്റിക് ഡൈകളും വിഷാംശമുള്ള കീടനാശിനികളും നമ്മുടെ നിത്യഭക്ഷണത്തിൽ കലർന്ന് ഓരോ മലയാളിയുടെയും ആയുസ് പതിയെ കവർന്നെടുക്കുന്ന രഹസ്യ കൊലയാളികളായി മാറിയിരിക്കുന്നു. ഈ വിപത്തിനെ തടയാൻ വെറും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒറ്റപ്പെട്ട പരിശോധനകൾ മാത്രം മതിയാകില്ല. കൃഷിയിടത്തിൽ നിന്ന് തുടങ്ങുന്ന വിഷത്തിന്റെ ഈ ഒഴുക്ക് തടയാൻ നിയമപരമായ കർശനമായ നടപടികൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിലെല്ലാം ഉപരി ഓരോ പൗരനും ഉണർന്നു പ്രവർത്തിക്കണം. നാം കഴിക്കുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവുക. വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഈ വിഷചക്രം ഭേദിച്ചേ മതിയാകൂ. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ തീന്മേശയിൽ നിന്ന് ഈ രഹസ്യ കൊലയാളികളെ തുടച്ചു നീക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നാം ഇനിയൊരിക്കലും തിരിച്ചറിയാതിരുന്നാൽ കേരളം സൗന്ദര്യത്തിൽ മാത്രമല്ല, രോഗങ്ങളുടെ കാര്യത്തിലും ലോക ഭൂപടത്തിൽ മുൻനിരയിൽ എത്തുമെന്നതിൽ സംശയമില്ല.